ഇനിയും പറയും വേങ്ങര. നിങ്ങൾക്കത് പറയാൻ പോലുള്ള അവകാശമില്ല. നിങ്ങൾ ആദ്യം കൊല്ലത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നു, പിന്നെ കോഴിക്കോട്ടുനിന്ന് ഒരാളെ കൊണ്ടുവന്നു, മഞ്ചേരിയിൽ നിന്ന് കൊണ്ടുവന്നു, മലപ്പുറത്ത് കൊണ്ടുവന്നു, അവസാനം വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഞങ്ങളോട് ചൂടായിട്ടെന്താ കാര്യം? നിങ്ങളിപ്പോ ഈ ടൗൺ മുഴുവൻ ഓടുക. ഞങ്ങളൊക്കെ രാവിലെ ഓടുന്ന ആരോഗ്യത്തിനാ. നിങ്ങളിത് ആളെ കാണിക്കാൻ ഓടണേ. സാധാരണ ഓടാത്ത ഓടിയാൽ ദേഷ്യം വരുന്ന ഞങ്ങൾക്കറിയാം. നിങ്ങളെ മുഖത്തൊക്കെ ചോര വാർന്നു തുടങ്ങി. ഞാൻ ശീലമില്ലാത്ത കാര്യമാണ്. സാധാരണ നിങ്ങൾ AC കാറില് ടാറ്റ കൊടുത്തു പോയിരുന്ന ആളുകളാ. ഇന്നെന്തേ നിങ്ങൾക്ക് ഇതിന്നൊക്കെ മടുത്ത് ഇവിടെ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങല്ലേ? സബാഹിന് എല്ലാ വീട്ടിലും കയറി ഇറങ്ങാം. കാരണം LDF മുന്നണിയുടെ ഭാഗമായി നേതാക്കളുണ്ട് ഞങ്ങളെ കൂടെ. നിങ്ങളെ വിലയേറിയ വോട്ടുകൾ എത്ര പ്രാവശ്യം നിങ്ങൾ അവർക്ക് കൊടുത്തു? ഒരു മടിയില്ലാതെ ഒരു പുച്ഛഭാവത്തിലല്ലേ നിങ്ങൾ പോയത്? ഞങ്ങളൊക്കെ കളിയാക്കി. വികസനം കൊണ്ടുവരാൻ അറിയില്ല, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വിവരം. ഇതൊക്കെ ഞങ്ങൾക്ക് ആർക്കും വിവരമില്ല എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന കാര്യങ്ങൾ മുഴുവൻ സ്വകാര്യ മേഖലയിലായിക്കോട്ടെ. ഞങ്ങളാരും നിങ്ങളിരുന്ന് 10 രൂപ വാങ്ങിയിട്ടില്ല. നിങ്ങളിവിടെ പിരിവ് നടത്തി. സർക്കാർ തലത്തിൽ കൊണ്ടുവന്ന മലബാർ കോളേജ് നിങ്ങൾ ഒറ്റക്കാക്കി. 16 പേര് പറഞ്ഞോ, 7 പേരാണ് നിങ്ങളുടെ കയ്യിലാക്കിയത്. എന്നിട്ട് 50 ലക്ഷം വെച്ച് അവിടുത്തെ ഓരോ സീറ്റിനും നിങ്ങൾ പൈസ വാങ്ങുക. എന്നിട്ട് ഞങ്ങളെ കുറ്റം പറയും. ഞങ്ങൾ എന്തിനാ കുറ്റം പറയണേ? സ്വന്തമായിട്ട് ഒരു സ്കൂളില് സ്പോർട്സ് നടത്താൻ സൗകര്യമില്ലാത്ത വേങ്ങരയാണത്. നിങ്ങളെ സ്റ്റാർ മണ്ഡലം ഒരു സ്കൂളിലും ഒരു സ്പോർട്സ് നടത്താൻ സ്ഥലമില്ല. ആ സ്പോർട്സ് നടത്തുന്നത് എവിടെയും നിങ്ങൾ അന്വേഷിച്ച് നോക്കി. ആ പേര് കേട്ടാ നിങ്ങൾക്ക് കലി തുടങ്ങി. ഞങ്ങൾ എന്താ ഇത് ചെയ്യണേ? നിങ്ങൾക്ക് കലി കൂടിയെന്ന് ഞങ്ങൾക്ക് യാതൊന്നും നിവൃത്തിയില്ല. ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ഈ 9-ാം തീയതി വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പ്രാവശ്യം വിളിച്ച മത നേതാക്കളെ വിളിച്ചതിന്റെ മേലെ നിങ്ങൾ വിളിക്കും, യാതൊരു സംശയമില്ല. അതിന് മാത്രം വേർക്കുന്നുണ്ട് നിങ്ങള്. വേർപ്പിന്റെ അസുഖം നിങ്ങൾക്ക്. അതിന് സബാഹിനെ LDF-നെ നിങ്ങൾ കുറ്റം പറയണ്ട. ഞങ്ങൾ നിങ്ങൾ പറയുന്ന ഭാഷ ഒന്നും പറയില്ല. അത് നിങ്ങൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാ. 2,10,000 വോട്ടർമാരുള്ള വേങ്ങരയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിനെ കിട്ടാത്തതിന് സബാഹിനെയോ LDF-നെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ത് നിങ്ങൾ യോഗ്യരായ ആൾക്കാർ ഇവിടെ ഇല്ലേ? വേങ്ങര അങ്ങാടിയിലേക്കുള്ള സ്റ്റാച്യുവിനുള്ള മത്സരമാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു. യൂത്ത് ലീഗിന്റെ നേതാവ് ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തു കൂടിയായ ഷെരീഫ് കുറ്റൂർ പറഞ്ഞതാ, ഞങ്ങൾ ഗ്രൗണ്ട് ഉണ്ടാക്കാനല്ല ആശുപത്രി ഉണ്ടാക്കാനാണ്. ഒരു യൂത്ത് ലീഗ് നേതാവിന്റെ വായിൽ നിന്ന് വരുന്ന ഭാഷയാണത്. ആശുപത്രി ഉണ്ടാക്കാനാണ് നിങ്ങൾ മത്സരിക്കുന്നത്. ആശുപത്രി ഉണ്ടാക്കാൻ രോഗം വരാതിരിക്കാനാണ് ഞങ്ങൾ ഈ ജനതയെ കൊണ്ടുപോകുന്ന നല്ല സ്കൂളുകൾ